ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നാണ് പരിശോധനാ ഫലത്തിൽ പറയുന്നത്. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നാണ് പരിശോധനാ ഫലത്തിൽ പറയുന്നത്. കൊള്ളയടിച്ചത് പൂശിയ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SIT പരിശോധനയ്ക്ക് അയച്ചത്. 8ഓളം സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ഇതിന്റെ ഫലമാണ് SITക്ക് ലഭിച്ചിട്ടുള്ളത്. പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വർണ്ണ സാമ്പിളുകളിൽ അത്യാധുനിക രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധന അത്യാവശ്യമാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.